നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കാവാലികർ കസ്റ്റഡിയിൽ. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെയും വിജീഷിനെയും 8 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് ആലുവ കോടതി ഉത്തരവ്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കാൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം. കോടതിയിൽ പോലീസ് ആവശ്യപ്പെട്ടത് 10 ദിവസത്തെ കസ്റ്റഡി കാലാവധി. വാഹനത്തിൽ വെച്ച് പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ പോലീസ്. മൊബൈൽ ഉപേക്ഷിച്ചെന്ന് സുനി പറയുന്ന മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. പറഞ്ഞത് കളവോ എന്ന് വ്യക്തമാക്കാൻ സുനിയെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാനും ആലോചന. അതേസമയം നടിയോട് തനിക്ക് വ്യക്തിവൈരാഗ്യമില്ലെന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ മാധ്യമങ്ങളോട് പൾസർ സുനി. കേസ് അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച് ADGP B സന്ധ്യ. വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കുമെന്നും മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും സന്ധ്യ. നടിക്ക് പോലീസ് വിലക്ക്. ആക്രമണത്തിന് ഇരയായ നടി മാധ്യമങ്ങളെ കാണുന്നത് വിലക്കി പോലീസ്. കർശന നിർദ്ദേശം എത്തിയത് പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് നടി അറിയിച്ചതിന് പിന്നാലെ. അതേസമയം പൃഥ്വിരാജ് നായകനായ ചിത്രത്തിൽ നടി ഇന്ന് അഭിനയിച്ചു തുടങ്ങും. ആക്രമണത്തിന് പിന്നിലെ ക്വട്ടേഷൻ സാധ്യത തള്ളി അന്വേഷണ സംഘം. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് അത്തരം സാധ്യതയ്ക്ക് തെളിവുകൾ കിട്ടിയില്ലെന്ന് വിശദീകരണം. പോലീസ് നീക്കം അന്വേഷണം പൾസർ സുനിയിലേക്ക് മാത്രം ഒതുക്കാനെന്ന് ആക്ഷേപം. അതിനിടെ ആലുവ സബ് ജയിലിൽ ഇന്ന് തിരിച്ചറിയൽ പരേഡ് നടത്താൻ പോലീസ് തീരുമാനം. പരേഡിനായി പൾസർ സുനിയെയും വിജീഷിനെയും കാക്കനാട് ജയിലിൽ നിന്ന് വൈകിട്ട് ആലുവയിലെത്തിക്കും. മാധ്യമങ്ങളെ കാണരുതെന്ന് നടിയോട് പോലീസ് നിർദ്ദേശിച്ചത് ഇന്ന് തിരിച്ചറിയൽ പരേഡ് നടക്കുന്ന സാഹചര്യത്തിൽ. ആക്രമണത്തിന് ഇരയായ നടിയെ അഭിനന്ദിച്ച് നടൻ പൃഥ്വിരാജ്. താരത്തിൽ കാണുന്നത് അസാമാന്യമായ ധൈര്യം. സ്ത്രീകളെ അവഹേളിക്കുന്ന ചിത്രങ്ങളിൽ ഇനി അഭിനയിക്കില്ല. അത്തരം സിനിമകൾ ചെയ്യേണ്ടി വന്നതിൽ മാപ്പെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പൃഥ്വിരാജ്. പക്ഷത്തിലെ പക്ഷാന്തരം. മാധ്യമങ്ങൾക്ക് വിമർശനവുമായി പിണറായി മംഗലൂരുവിൽ. മതനിരപേക്ഷമെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ പോലും വർഗീയ ശക്തികളോട് സമരപ്പെടുന്നു. മാധ്യമങ്ങൾ പക്ഷം ചേരുന്നതിൽ തെറ്റില്ലെങ്കിലും അത് നാടിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്കാകണമെന്നും മുഖ്യമന്ത്രി. പുരോഗമന പക്ഷത്ത് ഉറച്ചു നിൽക്കാനും പിന്തിരിപ്പൻ ശക്തികളോട് എതിരിടാനും മാധ്യമങ്ങൾക്ക് കഴിയണം. എന്നാൽ വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അപകടകരമെന്നും ഈ അവസ്ഥ മാറണമെന്നും മംഗലൂരുവിലെ സ്വകാര്യ ചടങ്ങിൽ പിണറായി. അതേസമയം പിണറായിക്കെതിരെ മംഗലൂരുവിൽ സംഘപരിവാർ ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം. വൈകിട്ട് നെഹ്റു മൈതാനത്ത് നടക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനം കനത്ത സുരക്ഷയിൽ. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ നഗരത്തിൽ നിരോധനാജ്ഞയും പഴുതടച്ച പോലീസ് വിന്യാസവും. അങ്കത്തട്ടിൽ അമേഠിയും. UP-യിൽ 5ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ അമേഠിയിലടക്കം തിങ്കളാഴ്ചത്തെ വിധിയെഴുത്ത് 11 ജില്ലകളിലെ 51 മണ്ഡലങ്ങളിലേക്ക്. സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി മരിച്ച അലാപൂർ മണ്ഡലത്തിലെ പോളിംഗ് മാർച്ച് 9 നടക്കും. ന്യൂനപക്ഷ യാദവ വോട്ടുകൾ വിധിയെഴുതുന്ന തിരഞ്ഞെടുപ്പ് BJPക്കും SP-ക്കും നിർണായകം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.